ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബിലിച്ചുവിനെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം കറക്റ്റായിട്ട്. രണ്ട് ഫോമുണ്ട്, നോർമൽ ഫോം, അവേക്കൻ ഫോം. റോബിലിച്ചു ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് ചെറിയൊരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തതാണ്. 2 മെഡൽ കൊടുത്തത് കാക്കോൻ്റെയും റോബിലിച്ചുവിൻ്റെയും തന്നെയാണ്. ഒരു 2000 സംതിങ് HP ഒരു 600 സംതിങ് അറ്റാക്കും കിട്ടുന്നുണ്ട്. ഞാൻ സെറ്റ് ചെയ്തതാണ് മറ്റേ ഒരു ടോക്കൺ സാധനമില്ലേ, ട്രാൻസ്ഫർ റേറ്റ്, അത് വെച്ച്. അപ്പോൾ നമുക്ക് റോബിലിച്ചിനെ വെച്ച് കളിക്കാം. റോബിലിച്ചിയുടെ ഒരു സ്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വേഗം പോയി സെൻറ്ററിലെ വേഗം പോയി ഫ്ലാഗ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ റണ്ണേഴ്സിൻ്റെ സ്കില്ലാണ്. നമുക്ക് സെൻറ്ററിലെ ഫ്ലാഗ് ക്യാപ്ചർ ചെയ്യാം. അപ്പോൾ അവൈക്കൺ ഫോമിലേക്ക് മാറണമെങ്കിൽ ഹോൾഡ് അറ്റാക്ക് ചെയ്യണം. നോർമൽ അറ്റാക്കിന് ജസ്റ്റ് ഈ അവൈക്കൺ ഫോം വെച്ച് കളിക്കാം. ഇതിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പാക്ട് ഡെയിൽ പോലത്തെ ഒരു സംഭവമാണ്. പിന്നത്തേന്ന് പറഞ്ഞാൽ നഖം വെച്ച് കുത്തി കയറും. അതിന് 2 സ്കില്ലാണ്. അറ്റാക്കിന് 2 സ്കില്ല് അടിപൊളിയാണ്. നമുക്ക് ഇനി അടുത്തത് നോക്കാം. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ പോയി ഫ്ലാഗ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഫ്ലാഗ് കിട്ടില്ല. അപ്പം നമുക്ക് അവൈക്കണേക്ക് മാറാം. ഗിയർ 5 ജസ്റ്റ് ഇമ്പാക്ട് ഡെയിൽ പോലെ സാധനം കൊടുക്കാം. 11,000 ഡാമേജ് കിട്ടി. ഇത് ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് റൂം കളിക്കുന്ന ഗെയിം പ്ലേ ആണ്. അതന്നെ ഫുൾ ചെയ്ത് ആട്ടെ റോബിലിച്ചിയുടെ നല്ല നല്ല ഭാഗങ്ങളുണ്ട്. ഇങ്ങനെയാണ് റോബിലിച്ചി ഫ്ലാഗ് ക്യാപ്ചർ ചെയ്യുക. ഫ്ലാഗ് ക്യാപ്ചർ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കൂൾ ഡൗൺ സ്പീഡ് കൂടും, അതുപോലെ തന്നെ ലൈഫും കൂടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സ്കില്ലിൻ്റെ കൂൾ ഡൗൺ ടൈം അത് കുറയും. അപ്പോൾ വേഗം അതാവും ഫ്ലാഗ് ക്യാപ്ചർ. നമുക്ക് ഇവിടുത്തെ ഫ്ലാഗ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ നോക്കാം. കുസാണ്ട് എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. അവൈക്കണേക്ക് മാറാം. അവൈക്കണേക്ക് മാറിയിട്ടുണ്ട്. ഇമ്പാക്റ്റ് പോലത്തെ സാധനം. അപ്പോൾ അത് ഡോട്ട് ചെയ്തു. കിട്ടി. ഐസായി അങ്ങനത്തെ സംഭവങ്ങളൊന്നും റോബിലിച്ച് കുറേ നേരം ഐസായി ഒന്നും നിൽക്കില്ല. നമുക്ക് പെട്ടെന്ന് വിട്ട് പോകും എല്ലാവരും. അതുപോലെ തന്നെ മറ്റേ സ്റ്റണ്ണായാലും എന്തായാലും നൈസായിട്ട് കുസാൻ്റെ അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ചിട്ടുണ്ട്. പുതിയ ഇവിടെ വന്നപ്പോൾ ലോക്കിയാൻ പറ്റാ. വീണു. നഖത്തിൻ്റെ സാധനം കൊടുക്കാം. അതും ഡോട്ട് ചെയ്യില്ല. ഡോട്ട് ചെയ്യുന്ന എല്ലാം കൂട്ടാനാണ്. ജസ്റ്റ് മേളിലൊന്ന് പോവാം. സംഭവം അടിപൊളിയാണ്. ഇട്ട് കളിക്കാൻ തന്നെ ഒരു വേറൊരു ഫീലാണ്. ജസ്റ്റ് ഫ്ലാഗ് ക്യാപ്ചർ പറ്റാൻ നോക്കും. അപ്പോഴേക്കും വന്നു കൈഡോ. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കില്ലിടാം. കാര്യമില്ല. 10 കടന്ന് മാറിക്കാം. കൈഡോൻ്റെ ഒറ്റയ്ക്ക് ആ സൈഡ് വഴി പോയി. അവൈക്കണേക്ക് മാറിയിട്ടുണ്ട്. അതിനെ താഴ്ത്തി കിട്ടും പാലത്തിൻ്റെ. ജസ്റ്റ് ഫ്ലാഗ് ക്യാപ്ചർ ചെയ്യാം. അവരുടെ ടീമില് ആ സംഭവം ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ടീമിന് അങ്ങനെ ഒരു സംഭവം വരും. ഓരോ സ്കില്ല് 1, 2 ഡോഡ്ജ്, നോർമൽ അറ്റാക്ക്, അതുമൊക്കെ ഒരു ഇൻറ്റു വരും. എന്തോ അതിൽ എഴുതിയത് ക്ലാവിടെ അങ്ങനെ എന്തോ സംഭവമാണ്. നമുക്ക് സ്കില്ല് 2 ഇടാം. പ്രൊലിഫി നോക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഈ സ്കില്ലിട്ട് നമുക്ക് ഈ ഫ്ലാഗ് ക്യാപ്ചർ ചെയ്യാം. അത്യാവശ്യം ഡിസ്റ്റൻസ് നമുക്ക് അതിൽ പോകാൻ പറ്റും. പിന്നെ അവിടെ ചെന്ന് ഒരു വെട്ടുമുണ്ട്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ തെറിച്ച് പോകും. ഒരു നല്ലൊരു സ്കില്ലാണത്. ആ സ്കില്ല് അടിപൊളിയാണ്. നമുക്ക് ഈ ജസ്റ്റ് ഈ സൈഡ് വഴി ഈ സ്കില്ലിട്ട് നോക്കാം. വേഗം അത്ര ഡിസ്റ്റൻസ് പോയി. പിന്നെ ഇത് ഇവിടം വരെ കിട്ടി. സിമ്പിളായിട്ട് നമുക്ക് അവരുടെ ഫ്ലാഗ് വന്ന് ക്യാപ്ചർ ചെയ്യാം. കൺഫോമിലൊരു ഫൈറ്റ് ചെയ്ത് നോക്കാം. കുസാനി മറ്റേ ഭയങ്കര ബുദ്ധിമുട്ടാണ് നോക്കൗട്ട് ചെയ്യാൻ. ഐസായി ഡയലോഗ് ആർക്കും എല്ലാവരും കൂടി ഇപ്പോൾ മോളെ അടിച്ചിടും. അങ്ങനെ ഉണ്ടാവും മോളെ. ഇങ്ങനെയൊക്കെയാണ് റോബിലിച്ചിനെ വെച്ച് കളിക്കുക. 4 സ്കില്ലാണ് ഉള്ളത്. ഓരോന്നോരോ ട്രേറ്റുകളുണ്ട്. ഫ്ലാഗ് ക്യാപ്ചർ ചെയ്യുമ്പോൾ കൂൾ ഡൗൺ ടൈം കുറയും, HP കൂടും. അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ മേത്ത് ഒരു ക്ലാ പോലത്തെ സാധനം പിടിക്കും. എല്ലാ സാധനത്തും മിൻറ്റ് വരും. കുറേ നല്ല ട്രേറ്റുകളുണ്ട്. നമ്മൾ ഓരോ വട്ടം സ്വിച്ച് ആവണ സമയത്ത് അവൈക്കണേക്ക് അധികം നമ്മുടെ സ്പീഡ് കൂടും. അതുപോലെ തന്നെ ഡിഫൻസ് 50% നമ്മുടെ ഇൻക്രീസ് ആവും. അങ്ങനെ നല്ല നല്ല ട്രേറ്റുകളുണ്ട്. ഒരു അടിപൊളി യൂണിറ്റാണ് റോബിലിച്ചി. അത്യാവശ്യം നല്ല ഡയമണ്ട് ഉള്ളവർ ഫുൾ ചെയ്യുക. 2720 ഡയമണ്ട് ഉണ്ടെങ്കിൽ ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. ഉള്ളവരെന്തായാലും ഫുൾ ചെയ്ത് എടുക്കുക. അടിപൊളി ഒരു യൂണിറ്റാണ്. ഇവിടെ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.